ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് അതിരപ്പള്ളി പോണ റൂട്ടിലാണുള്ളത്. നമ്മൾ അതിരപ്പള്ളിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അതിരപ്പള്ളി എത്തിയിട്ടില്ല. അപ്പോൾ പോണ വഴിക്ക് ഇതാ ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി നിർത്തിയതാണ്. നമ്മൾ അതിരപ്പള്ളിയിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് പോണത്. ബാക്കി വിശേഷം നമുക്ക് റിസോർട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ. അതെ ഗൈസ്, നമ്മൾ പോണ വഴിക്കൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. നല്ല രസമുണ്ടായിരുന്നു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ നമ്മളവിടെ നിന്ന് യാത്ര തിരിച്ചു. നമ്മളിന്ന് പോയതൊരു റിസോർട്ടിലേക്കായിരുന്നു, അതിരപ്പള്ളി റിസോർട്ടിലേക്കായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനമ്മ, ചേച്ചി, ചേട്ടൻ, അമ്മുമ്മ എല്ലാവരും കൂടി ഒരു അടിപൊളി ട്രിപ്പായിരുന്നു അത്. നമ്മൾ അച്ഛനമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്, അപ്പോൾ അതും കൂടി ആഘോഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയത്. അമ്മമ്മേ, നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മൾ പോകുന്നത് പൊലാരി റിസോർട്ട്. അതെ ഗൈസ്, അമ്മമ്മ പറഞ്ഞ പോലെ നമ്മളിന്ന് പോയത് പൊലാരിസ് റിസോർട്ടിലാണ്, അതിരപ്പള്ളിയിലുള്ള ഒരു അടിപൊളി റിസോർട്ടായിരുന്നു. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു, കാം ആൻഡ് ക്വൈറ്റ് ആയിരുന്നു. വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നമുക്ക് ഭയങ്കര ശാന്തമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു അത്. അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം വലിയ റൂമായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസോർട്ട് വരുന്നത് റിവർ സൈഡിലാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് റിവറാണ് വരുന്നത്. അപ്പം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത്, ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയൊന്നും രക്ഷയില്ലായിരുന്നു. അതുമാത്രമല്ല നമുക്ക് റിവറിന് അങ്ങോട്ട് പോകാനും പറ്റുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല, കുറച്ച് ഒഴുക്കുണ്ടായിരുന്നു. എന്നാലും നമ്മൾ കുറച്ച് ദൂരം അങ്ങനെ നടന്നു, റിവർ സൈഡിൽ കൂടെ നടന്നു. കുറച്ച് കൈയും കാലൊക്കെ നനച്ചു, കുറച്ച് നേരം അവിടെ ഇരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പിന്നെ റിസോർട്ടിൻ്റെ ബാക്കിലായിട്ട് അവർ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവരത്. അവിടെ സൈഡിലായിട്ട് തന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗാർഡനിലൂടെ നമ്മൾ നടന്ന് നേരെ റിവറിന് അങ്ങോട്ട് പോയിട്ടാ. ഹായ് ഗായ്സ്, നമ്മൾ റിസോർട്ടിലെത്തി. നമ്മൾ എങ്ങോട്ടാ പോണേ? റിവർ സൈഡിലേക്ക് പോവാണ്. ഇഷ്ടായോ? നല്ലതാണോ? ഓക്കെ ചേച്ചി. പേടിയാണോ? ബാക്കിലൊരാള് കുഴപ്പമില്ലല്ലോ. കുറേ നേരം കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ക്ഷീണമായി, അതിൻ്റെ കൂടെ നല്ല വിശപ്പുമായി. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഫുഡിനായിട്ട് പൊറോട്ട, പുലാവ്, ചിക്കൻ, ഫിഷ് ഗ്രേവി, അങ്ങനെ കുറേ പ്രോൺസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫുഡ് ഓൾസോ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. നമ്മളതൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ കലാപരിപാടിയിലോട്ട് കടന്നു. കുറേ പാട്ട് പാടി, കുറേ ഡാൻസ് കളിച്ചു. ഒരു മുകളിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും 30th വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചേട്ടനും ചേച്ചിയും കൂടി റിസോർട്ടിലൊരു സർപ്രൈസ് ഒരു കേക്ക് കട്ടിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേച്ചി അച്ഛനമ്മേനെയും വിളിക്കാൻ പോയിട്ടുണ്ട്. അവർക്ക് അറിയില്ല സർപ്രൈസാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്തേക്കുന്നതെന്ന്. എന്താ അവിടെ കേക്കൊക്കെ മേടിച്ച് ബലൂണൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. ചേച്ചി അച്ഛനും അമ്മേനെയും വിളിച്ചിട്ട് വരട്ടെ, അവർ സർപ്രൈസ് ആവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം.
ഇതാണ് കേക്ക് കുറച്ച് ഇതായിപ്പോയി, സാരില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്, അവർ വരട്ടെ. ഓക്കെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Thank you. ഓക്കെ, അയ്യോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, വരൂ. ഓക്കെ, വെഡിങ് ആനിവേഴ്സറി ടു യു. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി, പല്ലൊക്കെ തേച്ചു. അപ്പം ഇനി ഇവരുടെ വക കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി താഴെ പോവാം. എല്ലാവരും പോയി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അവർ ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണാം. ഓക്കെ. യെസ്, അവരുടെ വക കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുട്ട്, പൂരി, കറികളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് 11 മണിക്ക് ചെക്കൗട്ടായിരുന്നു. അപ്പം ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോയി. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു പാർക്കും ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതൊക്കെ ഉണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ്, പിന്നെ ഒരു വാട്ടർഫോൾസ് പോലെയൊക്കെ ഉണ്ട്. നമ്മളിനി നേരെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ പോവും. പിന്നെ മൊത്തം റൗണ്ട് അടിച്ച് ചുറ്റിയിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫുൾ വിശേഷം കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ഏതാണ്? തുമ്പൂർ മൂഴി ബട്ടർഫ്ലൈ ഗാർഡൻ. നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം സൗണ്ട് എടുത്തിട്ടാണ് പറയണേ. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. അടിപൊളിയായിട്ടുണ്ട്, കാണാൻ രക്ഷയില്ല കേട്ടോ. ഹാങ്ങിങ് ബ്രിഡ്ജിന് പേരുള്ള പോലെ തന്നെയാണ്. ചെറിയൊരു ആട്ടൊക്കെ ഉണ്ട്. നൈസായിട്ട് പേടിയാവുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അറ്റം വരെ പോയിട്ട് ബാക്ക് വരാം. ചേച്ചി വാ, കുറച്ച് ദൂരം വാ. മാറമ്മ. ചേച്ചി വാ, ചേട്ടന്റെ കൈ പിടിച്ച് വാ. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ പേടിച്ച് 100 ചേച്ചി വാ, ഫ്രണ്ടിലേക്ക് വാ. നോക്ക്, ചെറിയ കുട്ടികൾ വരെ പോണു. വാ, കണ്ണടക്ക്. അച്ഛ മറ്റേ കൈ പിടിക്കൂ. വാ. വാ. ഹായ് പറയൂ. ഒരു കുപ്പി വെള്ളം വേണം.